ഹലോ മക്കളെ, പറഞ്ഞോളൂ മിസ്സേ. അപ്പൊ നമ്മൾ എക്സാമിന്റെ ആ ഒരു ചൂടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള അതിതീവ്ര എന്താ പറയാ പഠനത്തിലാണ്. കാരണം ബോംബ് വീണ പോലെയാ. കാരണം കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സോ രണ്ടും ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ് ആണ്, ലാംഗ്വേജ് പോലും അല്ല. അതെ, ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ഇതിലാണെന്നൊക്കെ അറിയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സുഖസുന്ദരമായിട്ട്, അല്ലാതെ നിങ്ങൾക്ക് ഇന്ന് 3+3 അല്ലെങ്കിൽ 3+4 ചാപ്റ്റേഴ്സ് ഒറ്റയടിക്കുന്ന രാത്രി കൊണ്ട് റിവൈസ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. നാളെ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്ന ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. ഈ ചോദ്യങ്ങൾ ഉറപ്പായും ചോദ്യ പേപ്പർ വീഡിയോ കാണുക. ഇതിലുള്ള 12 ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 12 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ അവസാനം വരെ കാണുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ കൂടെ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയാ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകൻ ചാനലിൽ തരുന്നുണ്ട് അല്ലെ. ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ നിർത്തുന്നില്ല കേട്ടോ, ഇനിയും വീഡിയോസ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ വീഡിയോസും കണ്ടുപോയാൽ തന്നെ നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ മിസ്സേ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. Okay, analyze the picture given below and answer the questions. Identify one. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണടാ. അതായത് ആക്സോണിനെ വലയം ചെയ്യുന്നത് മൈലിൻ ഷീത്ത് ആണ് അല്ലെ. മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് പറയാം? ഒന്ന് പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതായത് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ ആ ന്യൂറോണിന്റെ ആക്സോണിലൂടെ ഇമ്പൾസ് വളരെ വേഗത്തിൽ പോകും. ഓക്കെ, ആക്സലറേറ്റ് ഇമ്പൾസ് അല്ലെ, ആക്സലറേറ്റ് ഇമ്പൾസസ്. ഓക്കെ, അപ്പൊ 2 ഫംഗ്ഷൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 3ഓ 4ഓ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പഠിക്കുക. അതെ, ചിലപ്പോൾ അടുത്ത ചോദ്യത്തിൽ ചോദിക്കുമ്പോൾ 3 എഴുതാൻ പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് 4 നോക്കി തന്നെ പോവുക കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് 4 പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർ പഠിക്കട്ടെ അല്ലെ, നിങ്ങൾ പഠിക്കുക അത്. അതെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാട്ട് ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് എന്താണ് മക്കളെ? ഇത് എന്താണ്? യെസ്, ഇത് സിനാപ്സ് ആണ്. ഓക്കെ, ഒരു നാഡീകോശത്തിൽ നിന്നും ആവേഗം തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ ഈ ഭാഗം നിർവഹിക്കുന്ന പങ്ക് എന്താണ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഒരു കഥ പോലെ പഠിച്ചു വെച്ചാൽ മതി. ഇമ്പൾസ് ഇവിടെ എത്തി, ആവേഗം എവിടെ എത്തി? ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ എത്തി. അപ്പൊ ആ സമയത്ത് സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇങ്ങനെ കുറെ ബാഗ് ഉണ്ട് അല്ലെ. ആ ബാഗിന്റെ ഉള്ളിൽ എന്താ മിസ് ചെയ്യുന്നത്? ആ സഞ്ചികളുണ്ട്. ആ സഞ്ചികളുടെ ഉള്ളിൽ എന്താ മിസ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നാഡീയ പ്രേഷകങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇമ്പൾസ് വന്ന ഉടനെ തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് രാസവസ്തുക്കളെ, കെമിക്കൽ സബ്സ്റ്റൻസിനെ ഈ ഒരു സിനാപ്റ്റിക് നോബ് ഈ കാണുന്ന വിടവിലേക്ക്, അതായത് ക്ലെഫ്റ്റ് അഥവാ സിനാപ്റ്റിക് വിടവിലേക്ക് റിലീസ് ചെയ്യുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ ചെയ്യുക? തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണിത്, ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കും. അപ്പൊ അവിടെ ഒരു പുതിയ ഇമ്പൾസ് ഉണ്ടാവും. ഇതാണ് നിങ്ങളോട് കൃത്യമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു. അതായത് write the common name of the chemical substances secreted to this part, write their function. നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് അല്ലേ. യെസ്, നാഡീയ പ്രേഷകങ്ങൾ. ഈ രാസവസ്തുക്കളെ വിളിക്കുന്ന പേര് നാഡീയ പ്രേഷകങ്ങൾ എന്നാണ്. ഫംഗ്ഷൻ എന്താ? തൊട്ടടുത്ത ന്യൂറോണിനെ എന്ത് ചെയ്യുക? ഉത്തേജിപ്പിക്കുക എന്നുള്ളത്, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ് മിസ്സേ. യെസ്, അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ദി നെയിംസ് ഓഫ് 1 and 2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് മക്കളെ. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇത് നോക്കാതെ പോവരുത്. എന്താണ് 1ഉം 2ഉം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? യെസ്, 1ഉം 2. 1 ആരോ മാർക്ക് നോക്കുക, അങ്ങോട്ടേക്കാണ് ഇമ്പൾസ് പോകുന്നത് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഇമ്പൾസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആരാണടാ? ആരാണ്? 1 എന്ന് പറയുന്നത് അപ്പൊ ആരായിരിക്കും? അതായത് സെൻസറി ന്യൂറോൺ, സംവേദ നാഡീകോശം അല്ലെ. സെൻസറി ന്യൂറോൺ, സംവേദ നാഡീകോശമാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ 1 കിട്ടിയേ. ഇനി 2 എന്ന് പറയുന്നത് സ്പൈനൽ കോഡിന്റെ ഉള്ളിലുള്ള ഈ ന്യൂറോൺ ആണ്. യെസ്, ഇതെന്താണ്? ഇന്റർ ന്യൂറോൺ അല്ലെ. ഇന്റർ ന്യൂറോൺ. ഓക്കെ, യെസ്. വാട്ട് ഈസ് റിഫ്ലക്സ് ആക്ഷൻ? എന്താ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് ചോദ്യം. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഒന്നുമില്ല, നമുക്ക് ചില സ്റ്റിമുലസുകളോട് അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു പോകും? പ്രതികരിച്ചു പോകും. അങ്ങനെയുള്ള റെസ്പോൺസുകളെ ഇൻവോളണ്ടറി, അനൈച്ഛികമായി നടക്കുന്ന, പെട്ടെന്ന് സഡൻ ആയിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്സിഡന്റൽ റെസ്പോൺസുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് കേട്ടോ. ഓക്കെ, ആർ ഓൾ ആക്സിഡന്റൽ റെസ്പോൺസസ് കൺട്രോൾഡ് ബൈ 3. അപ്പൊ 3 എന്താ? 3 എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ്? പറഞ്ഞടാ, ഇതെന്താണ്? ദിസ് ഈസ്
സ്പൈനൽ കോഡ്. സുഷുമ്നയാണ് അല്ലെ, സ്പൈനൽ കോഡ് ആണ്. ഓക്കെ, സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ് ആണ്. ഇപ്പൊ എല്ലാ ആക്സിഡന്റൽ റെസ്പോൺസുകളെയും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് അല്ല. ഇപ്പൊ നമ്മളെ കൈ പൊള്ളുമ്പോ കൈ ബാക്കോട്ടേക്ക് വലിക്കുക, കാലിൽ മുള്ളു തറയ്ക്കുമ്പോൾ കാല് പിൻവലിക്കുക എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പൈനൽ കോഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കണ്ണിലേക്ക് ഒരു പ്രാണി പോകുമ്പോൾ നമ്മൾ കണ്ണടക്കുന്നതും കണ്ണിലേക്ക് പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണടക്കുന്നതും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതെല്ലാം ബ്രെയിനിലെ സെറിബ്രം. സെറിബ്രം. റിഫ്ലക്സുകൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് സ്പൈനൽ റിഫ്ലക്സും അതേപോലെ തന്നെ കളർ മാറ്റണം അല്ലെ. ഒന്ന് സ്പൈനൽ റിഫ്ലക്സും പിന്നെ ഒന്ന് എന്താണ് സെറിബ്രൽ റിഫ്ലക്സ്. രണ്ടിന്റെ ഉദാഹരണം വേറെ വേറെ പഠിച്ചു വെച്ചോ. ആ രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമ്പിൾ, അതായത് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ ഈ ഒരു ഭാഗം വിശദമാക്കണം. അപ്പൊ റിഫ്ലെക്സ് ആക്ഷൻ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ റിഫ്ലെക്സ് ആർക്ക് അത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. റിഫ്ലെക്സ് ആർക്ക് നിങ്ങൾ എപ്പോഴും പഠിക്കണം. കാരണം ആ പാത്വേ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. റിഫ്ലെക്സ് ആർക്കിന്റെ പാത്വേ നിങ്ങളുടെ അടുത്ത് എഴുതാൻ ചോദിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഫ്ലോ ചാർട്ട് തന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ടും പറയും. അപ്പൊ അത് നോക്കാതെ പോകരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ഡിസീസസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഇതിൽ നിങ്ങൾ 1 മാർക്കിനെങ്കിലും ഒരു ക്വസ്റ്റൻ എന്തായാലും എക്സ്പെക്ട് ചെയ്തോ. ഈ ഒരു 3 മാർക്കിന് ഇത് ശരിക്കും 3 മാർക്കിന് ചോദിക്കുന്നതാണ്. പക്ഷെ എന്തായാലും ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളോട് ഡിസീസ് കോസ് സിംറ്റംസ് ഇതിൽ പല സ്ഥലത്ത് ബ്ലാങ്ക് ആണ്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ ഭാഗത്തുനിന്ന് വേറെ രീതിയിൽ ഒരു ചോദ്യം വരാറുണ്ട്. അതായത് അവർ എപ്പോഴും സിംറ്റം തരും, എന്നിട്ട് പറയും രോഗം കണ്ടുപിടിക്കാൻ കാരണം എഴുതുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചുകൊണ്ട് ഇത് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും ഡിസീസിന്റെ പേര് തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഈ ടേബിളിലുള്ള 3 കാര്യങ്ങളും പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് അക്യുമുലേഷൻ ഓഫ് ഇൻസോലബിൾ പ്രോട്ടീൻ ഇൻ നെർവസ് ടിഷ്യൂ. അതായത് മസ്തിഷ്ക കലകളിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ വന്ന് അടിഞ്ഞുകൂടുന്നു. ഇത് ഏത് രോഗമാണ്? പ്രായമായ ആൾക്കാർക്കൊക്കെ വരുന്ന ഒരു രോഗമാണ് കേട്ടോ. പ്രായമായ എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മക്കളെ നോക്കിക്കേ, ഒന്നുമില്ല, നമ്മളിവിടെ സാറ് വന്ന് നിൽക്കുന്നത് സാറിനെ ചെറുതായിട്ടൊന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതേതാണ് രോഗം? അൽഷിമേഴ്സ് അല്ല, അൽഷിമേഴ്സ് ആണ്, മറവി രോഗമാണ് അൽഷിമേഴ്സ്. ഈ അൽഷിമേഴ്സിന്റെ സ്പെല്ലിംഗ് സത്യം പറഞ്ഞാൽ ഇത്ര വലുപ്പം വെച്ചിട്ട് ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആണ് എപ്പോഴും. നിങ്ങൾ പഠിച്ചിട്ട് പോവാ, അപ്പൊ തെറ്റിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. അടുത്തത് പാർക്കിൻസൺസ് ആണല്ലേ. ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയ ഇൻ ബ്രെയിൻ ആൻഡ് ഡാഷ്. അതായത് 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. അതുകൂടാതെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. എന്താണത്? ഡോപ്പമീൻ എന്ന് പറയുന്ന അല്ലെ, ഡോപ്പമീൻ. മലയാളം എടുത്ത് കുടുങ്ങിയ ഡോപ്പമീൻ. ഓക്കെ, ഡോപ്പമീൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷകം ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്നതും ഇതിന് കാരണമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യം. എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് പറയാം? ഒന്ന് ഷിവറിങ്, അതായത് വിറയൽ. ഇതൊരു വിറയൽ രോഗമാണ്. സോ ഷിവറിങ് ഉണ്ടാവും. ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റാ, ബോഡി ബാലൻസ് അല്ലെങ്കിൽ ബോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ബോഡി മൂവ്മെന്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പാർക്കിൻസൺസ്. രണ്ടാമത്തത് അല്ലെ, അതായത് നമുക്ക് നമ്മുടെ മസിൽസിന്റെ ആക്ടിവിറ്റീസിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രൊഫ്യൂസ് സലൈവേഷൻ, അതായത് ഉമിനീരിന്റെ ഉത്പാദനം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പ്രൊഫ്യൂസ് സലൈവേഷൻ. എടാ മക്കളെ നോക്കിക്കേ, നമുക്ക് രണ്ടും എഴുതാനുള്ള ടൈമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മലയാളം മീഡിയംകാർ ഇത് ശ്രദ്ധിച്ചോളാം. അടുത്തതാണ് എപ്പിലെപ്സി. അപ്പൊ എപ്പിലെപ്സി നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാലോ. എന്താ എപ്പിലെപ്സി എന്ന് പറയുന്നത്? അതായത് അപസ്മാരമാണ് അല്ലെ. അപ്പം അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഉള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പല്ലൊക്കെ കടിച്ചു, മസിൽസിനെയൊക്കെ നമ്മൾ കോൺട്രാക്ട് ചെയ്യുക, അവസാനം നമ്മൾ ബോധം പോകും, നൊരയും പതയും വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന ചോദ്യം. കാരണം നമുക്ക് എന്തൊക്കെ പറയാം? അതായത് കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ടു ദ ബ്രെയിൻ. അതായത് തുടരെ എന്ത് ചെയ്യുക, അതായത് വൈദ്യുത ആവേഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം നമ്മുടെ തലച്ചോറിലേക്ക് എത്തുക എന്നുള്ളതാണ്. യെസ്, അപ്പൊ ഇംഗ്ലീഷ് തന്നെ ഞാൻ വീണ്ടും എഴുതുന്നുണ്ട്, മലയാളം എഴുതി തീരില്ല. അതാണ് കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ flow of electric charge into brain. ഓക്കെ, യെസ്, ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങൾക്ക് ഇതിപ്പോ നോക്കുമ്പോ തന്നെ കാണാം. കാരണം ഇതിൽ കണ്ടോ, ഇപ്പൊ ഗാംഗ്ലിയോണുകളുടെ നാശം എന്ന് മാത്രം തന്നു, ഇത് നിങ്ങൾക്ക് തന്നില്ല. അപ്പൊ അതുപോലും ചോദിക്കും. ഇപ്പൊ തരുവാണെങ്കിൽ കാരണം മൊത്തം തരണം എന്ന് പോലും ഇല്ല. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ 3 ഡിസീസസും പഠിച്ചു പോകണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കംപ്ലീറ്റ് ദി ടേബിൾ റിലേറ്റഡ് defects or diseases of the eye. Another very important question. കാരണം ഇതും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ഇതില്ലാത്ത 10th ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ പറയുന്ന ഐ ഡിസീസ് ആൻഡ് ഡിഫക്ട്സ് നിങ്ങൾക്ക് ഈ 3 അല്ല പഠിക്കാനുള്ളത്, ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ട്, 6 പഠിക്കാനുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം പഠിച്ചു വെക്കണം. ഏത് രീതിയിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. തരില്ല, സ്റ്റുഡിയോ തരില്ല. ഇവിടെ സ്റ്റുഡിയോന് വേണ്ടി പലരും വന്ന് ചോദിക്കുന്നത്. അപ്പൊ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പേരിൽ തന്നെ എന്താണ്? നമുക്ക് ഡിം ലൈറ്റിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതാണ് അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്?
എന്താണ് നമ്മുടെ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി അല്ലെ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എന്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ്. ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കറിയാം എന്താണ് ഈ പറയുന്ന റീസിന്തസിസ് അല്ലെ, റെറ്റിനാലിന്റെ റീസിന്തസിസ് എന്ന് പറയുന്നത് നടക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ റോഡോപ്സിൻ കുറയുമ്പോൾ റെറ്റിനാലിന്റെ സിന്തസിസ് എന്ന് പറയുന്നത് നടക്കില്ല. അപ്പൊ ഈ പറയുന്ന റെറ്റിനാലിന്റെ തെറ്റി, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ അപ്പൊ അത് നടക്കാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ഡിം ലൈറ്റിലെ വിഷൻ എന്ന് പറയുന്നത്. കുബേരൻ മൂവിലെ ഹരിശ്രേഷോകനെ ആലോചിച്ചാൽ മതി. അതെന്താ ഹരിശ്രേഷോകൻ അതില് 6 മണി 7 മണി രാത്രി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. ഓക്കെ അപ്പൊ നിശാന്തത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ എന്റെ കുറവ് കാരണം ഈ പറയുന്ന പോലെ തന്നെ റോഡോപ്സിന്റെ റീസിന്തസിസ് നടക്കാതെ വരുമ്പോൾ റെറ്റിനാലിന്റെ അളവ് പറഞ്ഞു കറക്റ്റ് അല്ലേ? റോഡോപ്സിന്റെ റീസിന്തസിസ് നടക്കാതെ വരുമ്പോൾ അല്ല, റെറ്റിനാലിന്റെ അളവ് കുറയുന്നത് കൊണ്ട് റോഡോപ്സിന്റെ റീസിന്തസിസ് നടക്കുന്നില്ല. അതന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ അടുത്തത് പ്രൊലോങ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. അപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ടാവുന്ന പറയും. പക്ഷെ പ്രൊലോങ്ഡ് ആയിട്ട് എന്താണ് കുറെ കാലത്തേക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസ് ആണ് ഏത്? സിറോഫ്താൽമിയ. അപ്പൊ ഈ രോഗമൊക്കെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അമ്മമാര് തരുന്ന നല്ല പച്ചക്കറിയും നല്ല ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവില്ല, ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക, എന്നാലും വൈറ്റമിൻ എ ഉണ്ടാവുള്ളൂ, നല്ല കാഴ്ച കിട്ടുള്ളൂ കേട്ടോ. യെസ്, സിറോഫ്താൽമിയ. എന്താണ് സിറോഫ്താൽമിയ ലക്ഷണം എന്ന് പറയുന്നത്? നമ്മുടെ കൺജങ്ക്ടൈവയും അതുപോലെ തന്നെ കോർണിയും ഒക്കെ എന്താവുന്നു? ഡ്രൈ ആവുന്നു അല്ലെ, ഒപ്പേക്ക് ആവുന്നു, ഡ്രൈ ആവുന്നു. അത് കാരണം നമുക്ക് എന്താണ് ഈ പറയുന്ന നമ്മൾ ഇറ്റ് ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് അല്ലെ, ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് വരെ എത്താം. അതായത് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ എഴുതാ കൃത്യമായിട്ട് കോർണിയയും അതേപോലെ തന്നെ കൺജങ്ക്ടൈവ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. ഓക്കെ, അതായത് വരണ്ട് രണ്ടോ അതാര്യമോ കൂടും. യെസ്. ഓക്കെ, അടുത്ത ഏതാണ്? ഡിഫക്ട് ഓഫ് കോൺസൽസ് കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സ്. ഇതാണ് അധികം ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം കേട്ടോ. ഇത് ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ഇത് മാത്രം എടുത്തും ചോദിക്കാറുണ്ട്. ഏതാണ് ഈ ഡിസീസ് എന്ന് പറയുന്നത്? ഏതാണിത്? ഇതാണ് കളർ ബ്ലൈൻഡ്നെസ് അല്ലെ, വർണ്ണാന്ധത. യെസ്, കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത. അതായത് റെഡ് ഗ്രീൻ കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. യെസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്. കോൺ കോശങ്ങളുടെ തകരാറ് നമുക്കറിയാം. കോൺ കോശങ്ങൾ അഥവാ കോൺ സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ കളർ വിഷൻ അഥവാ ഈ പറയുന്ന വർണ്ണ കാഴ്ച എന്ന് പറയുന്നത് പോസിബിൾ ആക്കുന്നത് കോൺ സെല്ലാണ്. അപ്പൊ കോൺ സെൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കളർ വിഷൻ പോസിബിൾ ആവില്ല, കളേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാണാൻ പറ്റില്ല. എസ്പെഷ്യലി റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സിന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. യെസ്, ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതായത് എല്ലാ തവണയും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹിയറിംഗ് എങ്ങനെ പോസിബിൾ ആവുന്നു. ഹിയറിംഗ് എങ്ങനെ പോസിബിൾ ആവുന്നു? ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ ആ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. ഈ ഒരു ഫ്ലോ ചാർട്ട് ശരിക്കും ഫ്ലോ ചാർട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ശബ്ദ തരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ് പിന്നേൽ വരുന്നു. പിന്നേൽ കൂടെ നമ്മുടെ ചെവിയുടെ ഈ ഒരു കുഴൽ, ആ കുഴലാണ് ഇത് നമ്മുടെ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ഓഡിറ്ററി കനാലിന് നേരെ അത് എങ്ങോട്ടാ എത്തുന്നത്? ഒരു മെംബ്രെയിൻ പോലെയുള്ള സ്ട്രക്ചർ. ഏതാണ്? ചെവിയുടെ പാടയിൽ വന്ന് തട്ടും, അല്ലെങ്കിൽ ഒരു ഡ്രം ഉണ്ട് അവിടെ, ഡ്രമ്മിൽ വന്ന് തട്ടും. അതാണ് നമ്മുടെ ടിംപാനം, ഇയർ ഡ്രം എന്ന് പറയുന്നത്. ടിംപാനം അഥവാ കർണപടം. എല്ലാത്തിന്റെ ഇവിടെ എഴുതുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കർണപടം. കർണപടത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും ഇയർ ഓസിക്കിൾസ് അല്ലെ. ഇയർ ഓസിക്കിൾ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? അതിന്റെ ആംപ്ലിഫിക്കേഷൻ നടക്കും. ആ വേവുകളുടെ ആംപ്ലിഫിക്കേഷൻ നടക്കുകയും ഇയർ ഓസിക്കിൾസ് നേരെ ചെന്ന് ഒരു വിൻഡോയിൽ മുട്ടും. ഏതാണ് വിൻഡോ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഓവൽ വിൻഡോ. ഒന്ന് തുറക്കുവോ? എനിക്ക് ഒന്ന് ഉള്ളിലേക്ക് അല്ലെ, ഇന്റേണൽ ഇയറിലേക്ക് കയറണം എന്ന്. യെസ്, അങ്ങനെ ഓവൽ വിൻഡോയിൽ എത്തി നേരെ ഉള്ളിലേക്ക് കടക്കുന്ന ഭാഗമാണ് ഏത്? അതായത് ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് കോക്ലിയ. യെസ്, ഇതിന്റെയൊക്കെ മലയാളം ഓവൽ വിൻഡോ തന്നെ, കോക്ലിയ തന്നെ. യെസ്, നേരെ അങ്ങനെ കോക്ലിയയിൽ എത്തി അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ഹെയർ സെൽസ് അഥവാ രോമകോശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിങ്ങനെ നമുക്കറിയാം, നമ്മൾ വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകുന്ന പോലെ തന്നെ ആ സൗണ്ട് വേവ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനുള്ള ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യും. ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മൂവ് ചെയ്യും? ഈ ഹെയർ സെൽസ് മൂവ് ചെയ്യും, അവർ സ്റ്റിമുലേറ്റഡ് ആകും, അവർ ഇമ്പൾസിനെ ഉണ്ടാക്കും. ആ ഇമ്പൾസിനെ നേരെ സെറിബ്രത്തിലേക്ക് എത്തുന്നു. ഏതാണ് നെർവ് എന്ന് പറയുന്നത്? ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണനാഡി അല്ലെ. ശ്രവണനാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് വഴി നേരെ സെറിബ്രത്തിലെത്തും. സെറിബ്രം പറയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗൗതം മിസ്സിന്റെ വൃത്തികെട്ട ശബ്ദമാണെന്ന് പറഞ്ഞു തരും. ഓക്കെ, പക്ഷെ അശ്വിനി മിസ്സിന്റെ വളരെ നല്ല മധുരമേറിയ ശബ്ദമാണെന്ന്. ശരി എന്നാ ഓക്കെ എന്നാ. യെസ്, different stages in the process of detecting smell is given below. Arrange them in the sequential order. അധികം നമ്മുടെ നോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫ്ലോ ചാർട്ട് ആയിരിക്കും. പക്ഷേ ഇതേപോലത്തെ ചോദ്യം നിങ്ങൾക്ക് ടങ്കുമായിട്ട് ബേസ് ചെയ്തിട്ട് അത് എങ്ങനെ രുചി തിരിച്ചറിയുമെന്നും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതലും ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ടങ്ങും ചോദിക്കാം. എപ്പോഴും ഒന്ന് ചോദിക്കുമ്പോൾ മാറി ചോദിക്കാനുള്ള കൂടുതലായിരിക്കും. അതാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എപ്പോഴെന്ന് പറഞ്ഞു അതിനകത്ത് എന്താ മാറും? എപ്പോഴും പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് എന്തായിരിക്കും? ആരോമാറ്റിക് പാർട്ടിക്കിൾ
particles diffuse in the mucus inside the nostril. ആദ്യം എന്താണ് ആ ഒരു സ്മെല്ല് നൽകുന്ന aromatic particles ഇങ്ങനെ എയറിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയായിരിക്കും. അങ്ങനെ നടന്ന് എന്ത് ചെയ്യും? നേരെ aromatic particles എങ്ങോട്ട് എത്തും? മൂക്കിന്റെ ഈ ഓട്ട വഴി തൊള വഴി ഉള്ളിലേക്ക് aromatic particles അകത്തേക്ക് കയറുന്നു. കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? dissolve in the mucus inside the nostril. നമ്മുടെ നോസ്ട്രലിന്റെ അകത്തുള്ള മ്യൂക്കസിൽ ഇത് ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇത് അതിന്റെ തൊട്ടടുത്ത് ആരുണ്ടായിരിക്കും? നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് അഥവാ നമ്മുടെ ഈ പറയുന്ന ഗന്ധഗ്രാഹികൾ ഉണ്ടായിരിക്കും. ആ ഗന്ധഗ്രാഹികൾ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കപ്പെടും അഥവാ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ എന്തുണ്ടായി? നമുക്കറിയാം, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാൽ അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്തു? ഇമ്പൾസുകൾ ഫോം ചെയ്തു, ആവേഗങ്ങൾ രൂപപ്പെട്ടു. ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യും? നേരെ ഓൾഫാക്ടറി നെർവ് അല്ലെ, നമ്മൾ പറയുന്ന ഈ ഗന്ധ നാഡി വഴി നേരെ നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സ്മെല്ല്, ബിരിയാണിന്റെ സ്മെല്ല് അല്ലെങ്കിൽ നമുക്ക് മണം ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ. അത് തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഓർഡറിൽ തന്നെ മലയാളത്തിലും എഴുതിയാൽ മതി കേട്ടോ. യെസ്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത തേർഡ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അനലൈസ് ദ പ്രോസസ് റിലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഗ്ലൂക്കോസ് ഗ്ലൈക്കജൻ ആവുന്നു, ഗ്ലൈക്കജൻ ഗ്ലൂക്കോസ് ആവുന്നു, എക്സും വൈയും തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഹോർമോൺസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. അപ്പൊ എക്സും വൈയും എന്താണെന്ന് ചോദ്യം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാ. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ അതിന് ഗ്ലൈക്കജൻ ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ അത് ഏത് ഹോർമോൺ ആണ് എന്നാണ് ചോദ്യം. ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുന്നത് ഇൻസുലിൻ. ഇനി ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഗ്ലൂക്കോസിന്റെ അളവ് എന്താണ്? കൂട്ടണം. യെസ്. അപ്പം ലിവറിൽ വെച്ചിട്ട് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി അതിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നു. അതാരാണ് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെയിം ദ ഗ്ലാൻഡ് ആൻഡ് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ദീസ് ഹോർമോൺസ്. മലയാളം. ഓക്കെ, അതായത് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയും അതേപോലെ തന്നെ കോശങ്ങളും ഏതൊക്കെയാണ്? ഇൻസുലിനെ ഉണ്ടാക്കുന്നത് ഏത് സെൽസ് ആണ്? ബീറ്റാ സെൽസ് അല്ലെ. ഗ്ലൂക്കഗോണിനെ ഉണ്ടാക്കുന്നതോ? ഗ്ലൂക്കഗോൺ. അത് ഇംഗ്ലീഷിൽ എഴുതാം അല്ലെ. ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുന്നതോ? ആൽഫ സെൽസ്. അപ്പൊ ഈ രണ്ട് സെൽസും ഇരിക്കുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? നമ്മുടെ പാൻക്രിയാസ്. ഓക്കെ അല്ലേടാ മക്കളെ? യെസ്, പാൻക്രിയാസ്. അടുത്തത് എക്സ് എന്ന ഹോർമോണിന്റെ ഉൽപാദനക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ് ചോദിച്ചത്. എന്താ? എക്സ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. അപ്പൊ ഇൻസുലിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടും. അപ്പൊ എന്തുണ്ടാവും? ഇൻസുലിൻ ഇല്ലല്ലോ. എനിക്കും ഇല്ല. ഇരിക്കില്ലേ കുറച്ച് കഴിഞ്ഞാൽ. അതായത് പ്രമേഹ രോഗം, പ്രമേഹം എന്താണ്? ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗം നമുക്ക് ഉണ്ടാകുന്നു. ഓക്കെ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ്, യൂറിനേറ്റ് ചെയ്യാനുള്ള, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, അതേപോലെ തന്നെ ഭയങ്കര ദാഹമായിരിക്കും ഒക്കെ ഉണ്ടാവും. ഓക്കെ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് ക്രമീകരിക്കുന്നതിൽ വൈ എന്ന ഹോർമോണിന്റെ മറ്റൊരു പ്രവർത്തനം എഴുതുക. അടുത്ത പേജ് എടുക്കൂ. ഓക്കെ, യെസ്. അപ്പം ഇവിടെ ഈ ഒരു ചോദ്യം ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ വൈ എന്ന് പറയുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. ഓക്കെ, പക്ഷെ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത പേജ് കൊടുക്കും. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഇത് രണ്ടും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പൊ ചോദ്യം എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇൻസുലിൻ ഗ്ലൂക്കഗോണും ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം പഠിച്ചു വെച്ചാൽ മതി. അതെ, ഇതിപ്പോ ഗ്ലൂക്കഗോൺ അല്ലേ ചോദിച്ചത്? ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എന്നിട്ട് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു. അത് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ ചിത്രം കണ്ടിട്ട് ഉത്തരം എഴുതുക. ടു വിച്ച് ഗ്ലാൻഡ് ദ ഡിസീസ് എ ആൻഡ് ബി ആർ റിലേറ്റഡ്. അപ്പൊ എയും ബിയും ആദ്യം എന്ത് രോഗാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഏതാ ഗ്ലാൻഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ക്രെറ്റിനിസം. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ വീങ്ങി വന്നിട്ടുണ്ട് അല്ലേ? യെസ്, ഗോയിറ്റർ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ തൈറോയ്ഡ് ഗ്രന്ഥി. ആൻസർ ഞാൻ പറഞ്ഞല്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡ് ഓർ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് എഴുതാം. ഇനി ഹൗ ഡസ് ദി ഡിസീസ് എ ഡിഫർ ഫ്രം ബി? എ ബി രോഗാവസ്ഥകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. യെസ്. അപ്പം ക്രെറ്റിനിസം വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് കുഞ്ഞുങ്ങളിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും. അപ്പൊ കുട്ടികളിലെ ഹൈപ്പോ തൈറോയിഡിസത്തിന് വിളിക്കുന്ന പേരെന്താ? ക്രെറ്റിനിസം. ഇനി ബി എന്ന് പറയുന്നത് ഗോയിറ്റർ ആണ്. അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അയോഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയോഡിനെ കുറെ കാലം വെയിറ്റ് ചെയ്തു, പക്ഷെ അയോഡിൻ ഇല്ല അല്ലെ? അപ്പൊ ഇവര് സ്വന്തമായിട്ട് ഇതിനെ ഉണ്ടാക്കും. തൈറോയ്ഡ് ഗ്രന്ഥി അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീങ്ങി വരും. എഫേർട്ട് എടുത്തോണ്ടേ ഇരിക്കാൻ ഉണ്ടാക്കാൻ ഇല്ലല്ലോ. ഇല്ലാണ്ട് എഫേർട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീങ്ങി പാവല്ലേ? കഷ്ടപ്പെട്ടപ്പം പണി കിട്ടി.
ഓക്കെ, അടുത്തത് ബി രോഗാവസ്ഥ വരാതിരിക്കാനുള്ള ഭക്ഷണശീലം നിർദ്ദേശിക്കുക. അപ്പൊ ബി എന്ന് പറയുന്ന രോഗാവസ്ഥ എന്താ സംഭവം? എന്താ നമ്മൾ പറഞ്ഞു അയഡിന്റെ അളവ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അയഡിനുള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ഉപ്പൊക്കെ ഉണ്ടാവും, നമ്മൾ ഉപ്പ് വാങ്ങുമ്പോൾ അയഡൈസ്ഡ് സോൾട്ട് നോക്കി വാങ്ങുക കേട്ടോ. അതുപോലെ അയഡിനുള്ള 2 സ്പൂൺ ഉപ്പൊന്നും എടുത്ത് പടപടാതെ അടിച്ച് കഴിക്കരുത്. എല്ലാവരും മിതമായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാം. ഓക്കെ ഓക്കെ. നാളെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ കഴുത്തിന് ചെറിയൊരു തടിയുണ്ട്, 2 സ്പൂൺ ഉപ്പ് കഴിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Yes. Observe the figure given below and answer the questions. Identify the endocrine gland. മിസ് ഏത് endocrine gland ആണ് എന്താണ് ചോദ്യം? ഓക്കെ, കുട്ടികൾക്ക് അറിയില്ലേ? അതേ അറിയാം, adrenal gland ആണ് അല്ലേ? Yes, adrenal gland ആണ്. Write the name of the parts labeled as 1 and 2. Yes, 1 ഉം 2 എന്താണ് ചോദ്യം? അപ്പൊ 1 നിങ്ങൾ നോക്കിക്കേ, adrenal glandന്റെ പുറംഭാഗം എന്ന് പറയുമ്പോ കോർട്ടെക്സ്. യെസ്. പിന്നെ ഉള്ളിലത്തെ ഭാഗമാണ് മെഡുല്ല. അതെന്തായിരിക്കും? മെഡുല്ല. യെസ്. ഓക്കെ. നെയിം ദ ഹോർമോൺ സെക്രൂറ്റഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡ്യൂറിംഗ് എമർജൻസി സിറ്റുവേഷൻസ്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ചോദിച്ചിരിക്കുന്നത്. അറിയിച്ചെടുക്കോ, മലയാളം മീഡിയംകാർ ചെറിയ ക്വസ്റ്റ്യൻ എവിടെയാണ്? ഓക്കെ, അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കറിയാം, അതായത് ഇതിന്റെ മെഡുല്ല ഇല്ലടാ, ഉൾഭാഗമായിട്ടുള്ള മെഡുല്ല 2 ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. ഓക്കെ, അതേപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ. ഓക്കെ, യെസ്. അടുത്തത് 1 എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ പേരും അതിന്റെ ധർമ്മവും എഴുതുക. അപ്പൊ 1 എന്ന് പറയുമ്പോൾ കോർട്ടെക്സ് അല്ലേ? അടുത്ത പേജ് എടുക്കുക. അപ്പൊ കോർട്ടെക്സ് ആണ്. അപ്പൊ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് 3 ഹോർമോണുകൾ പഠിക്കാനുണ്ട്. കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക, അതിന്റെ ഫംഗ്ഷനും എഴുതുക കേട്ടോ. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആൽഡോസ്റ്റിറോൺ എഴുതുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി? മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതായത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് ഹോർമോണൽ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. യെസ്. എന്താണ് ഓവർ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്, ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ഏതോ ഒരു ഹോർമോൺ അതിന്റെ ലോവർ പ്രൊഡക്ഷനും പറയുന്നുണ്ട് ഡ്യൂറിംഗ്. അത് കൃത്യമായിട്ട് നോക്കുക ഇമേജ് എന്താണെന്ന്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെയിം ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. എന്തിന്റെ അളവ് കൂടുമ്പോഴും കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡ്വാർഫിസം എന്ത് കുറയുമ്പോഴും, അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ലോവർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഡ്വാർഫിസം എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ഹോർമോൺ കുറയുമ്പോഴായിരിക്കും ഡ്വാർഫിസം വരിക? യെസ്, അതാണ് പറയേണ്ടത് അല്ലേ? യെസ്. അപ്പൊ ആ ഹോർമോൺ ഏതായിരിക്കും മിസ്സേ? സൊമാറ്റോട്രോപ്പിൻ. ഈ ചുവപ്പും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, തന്നെ വരുന്നു. സൊമാറ്റോ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ചോപ്പ് വെച്ച് എഴുതരുത്. യെസ്, സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ ആണ് ഉത്തരം വരുന്നത് അല്ലേ? യെസ്. ഓക്കെ. ഐഡന്റിഫൈ ദി ഡിസോർഡേഴ്സ് എ ആൻഡ് ബി. എ ബി എന്നീ തകരാറുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? വളർച്ചാ ഘട്ടത്തിൽ നമ്മുടെ സൊമാറ്റോട്രോപ്പിന്റെ അളവ് അമിതമായിട്ട് ഉൽപാദനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അത് നമ്മൾ എന്ത് പറയും? ജൈജാന്റിസം. ജൈജാന്റിസം. അതിന്റെ മലയാളം ഭീമൻ, ഭീമാകാരത്വം അല്ലെ? ജൈജാന്റിസം. ഓക്കെ, ജൈജാന്റിസം. യെസ്. ഇനി വളർച്ചാ ഘട്ടത്തിന് ശേഷം ഈ ഹോർമോണിന്റെ അളവ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് അക്രോമെഗാലി. ഓക്കെ. ഇനി ഉൽപാദനത്തിന്റെ കുറവ് ഏത് സമയത്ത്? വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോയാൽ നമ്മളെ വളർച്ച മുരടിച്ചു പോകും. അതാണ് വാമനത്വം എന്ന് പറയുന്നത്. എ ബി എന്നിവയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എയും ബിയും, അതായത് 3ഉം പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട്. സൊമാറ്റോട്രോപ്പിന്റെ അളവ് വളർച്ചാഘട്ടത്തിൽ കൂടുമ്പോൾ നമുക്ക് ഭീമാകാരത്വം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ശരീരം അമിതമായി വളരും. ഓക്കെ. ഇനി വളർച്ചാഘട്ടത്തിന്റെ സമയത്ത് സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറയുകയാണെങ്കിൽ ആവശ്യത്തിന് വളർച്ച നടക്കുന്നില്ല, വളർച്ച മുരടിച്ചു പോകുന്നു. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ആക്രോമെഗാലി വരുന്നു. ഫേഷ്യൽ ബോണുകളൊക്കെ അല്ലെ, നമ്മുടെ മുഖത്തുള്ള ഈ ജോ ബോൺ, അതേപോലെ ഫേസ് ബോണിന്റെ ഒക്കെ എന്താണ് താടിയെല്ല്, മുഖത്തിലുള്ള എല്ലുകളും, അതുപോലെ തന്നെ നമ്മളെ ഫിംഗേഴ്സ് വിരലുകളുടെ എല്ലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും? നീളം വെക്കും. ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. Evaluate the statement and answer the questions. Ants moving in a line along a particular trail by the production of certain chemical substances. Such chemicals are known as. എന്താണ്? ഉറുമ്പുകൾ ഇങ്ങനെ വരിയായി പോകുന്നു. അതിന്റെ അർത്ഥം ഉറുമ്പുകൾ അവരുടെ ചുറ്റുപാടിലേക്ക് എന്തോ ഒരു രാസവസ്തു, കെമിക്കൽ സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ രാസവസ്തുവിന്റെ പേരെന്താണെന്ന ചോദ്യം. അതിനെ വിളിക്കുന്ന പേരെന്താണ് മിസ്സേ? ഫിറോമോൺസ്. യെസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫിറോമോൺസ്. ഫിറോമോൺസിന്റെ ഉദാഹരണങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മസ്ക് ഡിയർ, കസ്തൂരിമാൻ മസ്കോൺ റിലീസ് ചെയ്യുന്നു. അപ്പൊ സിവറ്റ് കാറ്റ് എന്തിനെ റിലീസ് ചെയ്യുന്നു? സിവറ്റോൺ. യെസ്, സിവറ്റോൺ അല്ലെ? ഫീമെയിൽ സിൽക്ക് വേം മോത്ത്, അതായത് പെൺ പട്ടുനൂൽ ശലഭം എന്തിനെ റിലീസ് ചെയ്യുന്നു? ബോംബിക്കോൾ. യെസ്, ബോംബിക്കോൾ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേ. റൈറ്റ് അതർ 2 യൂസസ് ഓഫ് ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റുള്ള യൂസുകൾ എന്താ, ധർമ്മം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. സഞ്ചാരപാത നിർണ്ണയിക്കുക, പോകുന്ന വഴി കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ഡേഞ്ചർ ഉണ്ടെങ്കിൽ ഇവിടെ അപകടം ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് അറിയിക്കാനായിട്ട്. അതേപോലെ ഫുഡിന്റെ അവൈലബിലിറ്റി അറിയിക്കുക. ഓക്കെ. ഇനി പിന്നെ മേറ്റ്, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളെ എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ
functions എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കുട്ടികളെ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. വിട്ട് കളയരുത്. നിങ്ങൾക്ക് ആകെ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി ചെറിയൊരു ഭാഗം പഠിക്കണം. നിങ്ങൾ ഇത്രയും നേരം അനിമൽസിനെ പഠിച്ചുകൊണ്ട് അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. യെസ്, അപ്പൊ അടുത്ത പേജ് എടുക്കുമോ? യെസ്, ഇനി ഒരു പേജ് കൂടി എടുക്കേണ്ടി വരും. യെസ്, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഈ 5 വെട്ടിയും കണ്ടോ, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനെയും ഈ ഭാഗത്തിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളോട് മറ്റതിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പം ജിബ്ബർലിൻ അല്ലെ, ജിബ്ബർലിന്റെ ഫംഗ്ഷൻ എന്താ? അതായത് സമൃദ്ധ ആഹാരത്തെ വിഘടിപ്പിക്കും. അതായത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ജിബ്ബർലിൻ ആണ് കേട്ടോ. കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എനിക്ക് തോന്നുന്നു സൈറ്റോകൈനിൻ ആണ്. യെസ് യെസ് അല്ല, സൈറ്റോകൈനിൻ. അതെ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ, സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സൈറ്റോകൈനിൻ എന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതാ? ഇത് സൈറ്റോകൈനിൻ ആണ്. അഗ്രമുകുളത്തിന്റെ വളർച്ച, അതായത് ടെർമിനൽ ബഡിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ. ഫലരൂപീകരണവും എന്ത് തന്നെയാണ്? ഫ്രൂട്ട് ഫോർമേഷൻ, ഓക്സിൻ തന്നെയാണ്. ഇനി എത്തിലീൻ പറയുന്നുണ്ട്. അപ്പൊ എത്തിലീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ല ലീവ്സ്, അതായത് ഫലങ്ങളൊക്കെ പാകമാകാനായിട്ട് അല്ലെ, ഇലകളും ഫലങ്ങളും ഒക്കെ പാകമാകാനായിട്ട് സഹായിക്കും. റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് എത്തിലീന്റെ ഫംഗ്ഷൻ. ഇനി ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്, ഇല, കായ് എന്നിവ പൊഴിയുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അബ്സിസിക് ആസിഡ് നിങ്ങൾക്ക് എഴുതാം. അതായത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പാകമായിട്ടുള്ള ഇലകളും അതുപോലെ തന്നെ കായ്കളും ഒക്കെ പൊഴിയാൻ സഹായിക്കുന്നു. എത്തിലീൻ ആണെങ്കിലും ആ ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. എത്തിലീൻ വന്നാലും ആ ഫംഗ്ഷൻ വരും, പക്ഷെ കാര്യമായിട്ടും അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ ഡോർമൻസി ഓഫ് എംബ്രിയോ കണ്ടോ നിങ്ങൾ? അതായത് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, അതും അബ്സിസിക് ആസിഡ് ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൃത്യമായിട്ട് ആക്ച്വലി 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന, അതായത് നമ്മൾ ഈ വേർഡ് പെയർ റിലേഷൻ എഴുതില്ലേ, ഇപ്പൊ എത്തിലീൻ ഇന്നത്, അപ്പൊ താഴെ അബ്സിസിക് ആസിഡ് ഡാഷ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഓരോ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉള്ളപ്പോൾ ആ ഓരോ ഫംഗ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. യെസ്, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീണ്ടും പറയുന്നു, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതിലെ പല ചോദ്യങ്ങളും ഇല്ലാത്ത ചോദ്യ പേപ്പറുകൾ പൊതുവെ നമ്മൾ കണ്ടുവരാറില്ല. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ 1 മാർക്ക് വീഡിയോ, അതേപോലെ തന്നെ പ്രെഡിക്ഷൻ വീഡിയോ, പിന്നെ നമ്മൾ എന്താ പറയാ ഷോർട്സ് ഉണ്ട്, വീഡിയോസ് ഒരുപാടുണ്ട്. 2023 ചോദ്യ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇങ്ങനെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്ത പോലെ തന്നെയായി. പിന്നെ ലൈവും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയി അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ബാക്കി വീഡിയോസ് നിങ്ങൾ കാണണം. വീണ്ടും പറയുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് അപ്ലോഡ് ആകുമ്പോൾ കാണണ്ടേ നിങ്ങൾക്ക്? അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.